നമസ്കാരം. ICCയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹാട്രിക് ഫൈനലാണ് ടീം ഇന്ത്യ സ്വപ്നം കാണുന്നതെങ്കിലും നിലവിൽ ഇന്ത്യ വളരെ കടുപ്പമായ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നിലവിൽ 3-ാം സ്ഥാനത്തായിരുന്നു രോഹിത് ശർമ്മയും സംഘവും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയയും ഒക്കെയാണ് ഫൈനലിൽ ഇപ്പോൾ റിസർവ് സീറ്റ് ഉള്ളത്. വെറും 2 ടെസ്റ്റുകളാണ് ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. ഇവ രണ്ടും ജയിക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ സാധിക്കുകയുള്ളൂ. എന്നാൽ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ ഇന്ത്യയെ സഹായിക്കാൻ ചിരവീരങ്ങളായ പാകിസ്ഥാന് കഴിയും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒരു സമയത്ത് തലപ്പത്തായിരുന്നു രോഹിത് ശർമ്മയും സംഘവും ഉണ്ടായിരുന്നത്. എന്നാൽ ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ നടന്ന അവസാന ടെസ്റ്റ് പരമ്പരയിൽ 0-3 എന്ന രീതിയിലായിരുന്നു ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടത്. ഇന്ത്യക്ക് വലിയ ആഘാതമായി മാറി ഇതാണ് ടീമിന് 1-ാം സ്ഥാനം നഷ്ടമാക്കിയത്. പിന്നീട് ഓസ്ട്രേലിയയുമായി പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 295 റൺസിന് ജയിച്ചപ്പോൾ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2ാമതെത്തിയിരുന്നു. എന്നാൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ 10 വിക്കറ്റിന് തോറ്റതോടെ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് വീണു. എങ്കിലും ഇപ്പോഴും ഇന്ത്യക്ക് ഫൈനൽ പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ ശേഷിച്ച 2 ടെസ്റ്റുകളിലും ജയിക്കാനായാൽ WCC പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്യാം. അടുത്ത 2 ടെസ്റ്റിലും ജയിച്ചാൽ ഇന്ത്യയുടെ പോയിന്റ് പട്ടിക 60.53 എന്ന രീതിയിലെത്തിയിരിക്കും. ഓസ്ട്രേലിയ അടുത്ത വർഷം ശ്രീലങ്കയുമായുള്ള 2 ടെസ്റ്റുകളുടെ പരമ്പര തൂത്തുവാരിയാലും ഇന്ത്യയുടെ പോയിന്റ് ശതമാനത്തെ മറികടക്കില്ല എന്നത് മറ്റൊരു അനുഗ്രഹമാണ്. ഇതോടെ ഓസീസ് പുറത്താവുകയും ഇന്ത്യ ഫൈനലിൽ കയറുകയും ചെയ്യും. ഓസ്ട്രേലിയക്കെതിരെയുള്ള 2 ടെസ്റ്റ് പരമ്പരകളിലും ജയിച്ചാൽ പാകിസ്ഥാന്റെ സഹായമില്ലാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാൻ കഴിയും. എന്നാൽ മറിച്ചാണെങ്കിൽ പാകിസ്ഥാന്റെ സഹായം രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ആവശ്യമായി വരും. നിലവിൽ WTC പോയിന്റ് പട്ടികയിൽ 63.33 പോയിന്റ് ശതമാനവുമായി സൗത്ത് ആഫ്രിക്കയാണ് തലപ്പത്തുള്ളത്. നിലവിൽ ഫൈനലിലേക്കുള്ള ഏറ്റവും വലിയ ഫേവറേറ്റും അവർ തന്നെയാണ്. എന്നാൽ ഈ ആഴ്ച മുതൽ സ്വന്തം നാട്ടിൽ പാകിസ്ഥാനുമായി 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് സൗത്ത് ആഫ്രിക്ക. ഈ പരമ്പര ഷാൻ മസൂദ് നയിക്കുന്ന പാക് ടീം 2-0 തൂത്തുവാരിയാൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ സൗത്ത് ആഫ്രിക്കയുടെ പോയിന്റ് ശതമാനം 52.78 താഴുകയും ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈനലിൽ കടക്കാൻ ഓസ്ട്രേലിയയുമായുള്ള അടുത്ത 2 ടെസ്റ്റുകളിലും ഇന്ത്യക്ക് വിജയിക്കണമെന്നില്ല. 2-ൽ 1 ജയിച്ചാലും സൗത്ത് ആഫ്രിക്കയെ പിന്തള്ളി പോയിന്റ് പട്ടികയിൽ മുന്നിൽ കയറാനും ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. എന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സമാപിച്ച 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയെ 0-3 അല്ലെങ്കിൽ 3-0 തൂത്തുവാരപ്പെട്ടതോടെയാണ് പാക് പടയുടെ ആത്മവിശ്വാസം വാനോളമുയർന്നത്. ഈ പ്രകടനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും 26 സെഞ്ചുറിയിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ പാകിസ്ഥാൻ ഇറങ്ങുന്നത്.